നിതിൻ പ്രഭാകരൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, എങ്ങനെയാണ് കൊച്ചിയിൽ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലും തീരമേഖലയിലുമൊക്കെ മഴയുടെ ഗതി? വിജി, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കൊച്ചി നഗരത്തിലും കൊച്ചി എറണാകുളം ജില്ലയിലും വ്യാപകമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ്. മഴ ശക്തമായ ഒരു സാഹചര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എറണാകുളം നഗരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു ചെറിയ മഴ പെയ്താൽ പോലും നഗരത്തിന്റെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിൽ മുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അടിയന്തര നടപടികൾ, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള എല്ലാ നടപടികളും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞതായി ജില്ലാ കലക്ടർ തന്നെ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളോട് കടൽ പ്രക്ഷുബ്ധമാകുന്ന സമയങ്ങളിൽ കടലിൽ പോകരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ തീരദേശ മേഖലയിൽ കടൽ പ്രക്ഷുബ്ധമാകാനും കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ എറണാകുളത്തിന്റെ മലയോര മേഖലകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, പെരുമ്പാവൂര്, കോതമംഗലം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നേരത്തെ മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശങ്ങളുണ്ട്. ഇവിടങ്ങളെല്ലാം തന്നെ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കൂടാതെ ഏതെങ്കിലും സാഹചര്യത്തിൽ മഴ ശക്തമായി വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു ആവശ്യം വന്നാൽ ആ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള നടപടികളും ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനുവേണ്ട സ്കൂളുകൾ അടക്കമുള്ളവ കണ്ടെത്തിക്കഴിഞ്ഞു. ആവശ്യമായ എല്ലാ കാര്യങ്ങളും സജ്ജമായിട്ടുണ്ട്. ദുരന്ത നിവാരണ സേനയുടെ യൂണിറ്റ് ജില്ലയിലുണ്ട്. അഗ്നിശമന സേനയും പോലീസും ഉൾപ്പെടെയുള്ള മുഴുവൻ സേനാ വിഭാഗങ്ങളോടും 24 മണിക്കൂറും സജ്ജമായിരിക്കാൻ പോലീസ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. മഴ ഇപ്പോഴും ജില്ലയിൽ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം ഉച്ചവരെ ജില്ലയിൽ പ്രസന്നമായ കാലാവസ്ഥയായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ ഇടവിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രാത്രിയിലും കനത്ത മഴയാണ് ജില്ലയിൽ ലഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇന്ന് രാവിലെയും മഴ തുടരുന്നുണ്ട്. പക്ഷേ ശക്തമായ മഴ ഇതുവരെ പെയ്തിട്ടില്ലെങ്കിലും ചെറിയ രൂപത്തിലുള്ള മഴ ഇന്ന് രാവിലെ മുതൽ തന്നെ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. ഇത് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരെ ബാധിക്കും. ഗതാഗതം തടസ്സപ്പെടുന്ന രൂപത്തിലേക്ക് അത് മാറും. അത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും ഒരുക്കിയിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം അവകാശപ്പെടുന്നത്. ഫിജി.